ഹായ് ഗേസ്. വെൽക്കം ടു എൽഎൻ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ CVT PGയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ത്വഹ ഉവൈസ്. ഞാൻ MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ MSc കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ IIM ഞാൻ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ CVTനെ കുറിച്ചൊരു പൊതുവായിട്ടുള്ള ഒരു കോമൺ തിങ്സ്, എന്താണ് CVTനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഈ ഏതൊക്കെ എന്താണ് എക്സാമിന്റെ പേപ്പറിന്റെ സിലബസ് എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ആ, ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. സോ ആദ്യമായിട്ട് തന്നെ സീറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു നമ്മൾ എല്ലാവർക്കും അറിയാം എന്താ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിയും സ്വാഭാവികമായിട്ടും സീറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. സോ എന്താണ് CVT? CVT എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എക്സാം ആണ്. നമ്മളെ ഈ രാജ്യത്തിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു എക്സാമിന്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കും ഈ ഒരു എക്സാം ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകൾ ഒരുപാട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന്റെ ബേസിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഒരു 100-ലേറെ യൂണിവേഴ്സിറ്റീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ. അപ്പം എക്സാമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, എക്സാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ് നടക്കുന്നത്. 75 ക്വസ്റ്റ്യൻസ് അടങ്ങിയ എക്സാം ആണ്. സാധാരണ കഴിഞ്ഞ വർഷം മുതലാണ് 75 ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ വന്നത്. അതിന് മുമ്പ് 100 ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഉണ്ടായിരുന്നത്. ഓക്കെ. അതിലേക്ക് വരാം, എക്സാമിന്റെ പാറ്റേണിലേക്ക് വരാം. ഓക്കെ. അപ്പൊ CVTനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴി നടത്തുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സാം ആണ് CVT PG എന്ന് പറയുന്നത്. ഓക്കെ. സോ പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് എന്നൊരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും, അപ്ലിക്കേഷന്റെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലിക്കേഷൻ കൊടുക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ എക്സാം എഴുതിയിട്ട് എക്സാമിന് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റീസും അവരുടേതായ സൈറ്റിൽ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ വിളിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ, എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ സപ്പോസ് നമ്മളിപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ സബ്ജക്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ അതിൽ നമ്മൾ മാക്സിമം യൂണിവേഴ്സിറ്റി, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ആ ഒരു യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സെലക്ട് ചെയ്ത് പോകണം. ഓക്കെ. അഥവാ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു എൻട്രൻസ് എക്സാം റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പം സപ്പോസ് നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തില്ല വിചാരിക്കുക. ഓക്കെ. സോ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് വിചാരിക്കണം, എനിക്ക് പോണ്ടിച്ചേരി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പോണ്ടിച്ചേരി അപ്പം ഫസ്റ്റ് ഇപ്പം നിങ്ങളെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ റിജക്ട് ആയി പോകും. ബിക്കോസ് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യില്ല, ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തില്ല എന്നൊരു കാരണത്താൽ. ഓക്കെ. അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഓക്കെ. അപ്പം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ വിളിക്കും. നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് അവർ സാധാരണ നമ്മൾ ഓരോ കോളേജിലേക്ക് വരുന്ന പോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് വരും. പിന്നെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ കൗൺസിലിംഗ് പ്രോസസ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. പിന്നെ ലാസ്റ്റ് ഫീ പേയ്മെന്റ് ഒക്കെ അടിച്ച് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആക്കും. ഇതാണ് അഡ്മിഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള തിങ്ങിലേക്ക് വരാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ, സ്റ്റാറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ റെയർ കോഴ്സ് ആണ്. എന്തായാലും പറയാം, റെയർ കോഴ്സ് ആണല്ലേ നമുക്ക് എന്തായാലും പറയാൻ കഴിയും. കാരണം അധിക യൂണിവേഴ്സിറ്റിയിലും അധിക കോളേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, BSc സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ MS സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്ട് നമ്മൾ കാണാൻ കഴിയൂല. ഓക്കെ.
അപ്പം അതുകൊണ്ട് തന്നെ ആഹ് ഈ ഒരു കോഴ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ ഒരു കോഴ്സിലേക്ക് കൊടുക്കുന്ന അപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറവാണ്. ഇപ്പൊ ഈ ഒരു ഞാൻ അപ്ലൈ ചെയ്ത ആ സമയത്തൊക്കെ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെ കൂടി വരുന്നുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ചിടത്തോളം എന്ത് ചെയ്യാണ്? അത് കുറവ് തന്നെയാണ്. ഓക്കെ. അപ്പം ഇനി സെൻട്രൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും സ്റ്റാറ്റ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൽ യൂണിറ്റ്സിന്റെ കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്നുണ്ട്. ഓക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് പാറ്റേൺ ഓഫ് ടെസ്റ്റ് പേപ്പർ ഡിസ്കസ് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CBT മോഡാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, ഓൺലൈൻ എക്സാം ആണ്. ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ടോട്ടൽ ഡ്യൂറേഷൻ കഴിഞ്ഞ വർഷം മുതൽ 105 മിനിറ്റ്, കഴിഞ്ഞ വർഷം മുതൽ 105 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. 75 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ. കഴിഞ്ഞ വർഷം വരെ 2023 വരെ 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ 400 മാർക്കിന്റെ പേപ്പർ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2024 മുതൽ അത് 75 ക്വസ്റ്റ്യൻ ആക്കിയിട്ട് 105 മിനിറ്റിന്റെ എക്സാം ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ടോട്ടൽ 300 മാർക്കാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. ഒരു ക്വസ്റ്റിന് 4 മാർക്ക് ഉണ്ടാകും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1/4, അതായത് 1 മാർക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നെഗറ്റീവ് ആയി പോകും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസർ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ, സംശയമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് എഴുതി പോകരുത്. നിങ്ങൾക്ക് എക്സാം ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇതാണെന്ന് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യും? അവിടെ നെഗറ്റീവ് ആയിട്ട് പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഓക്കെ. അപ്പം ഈ ഒരു നമ്മളെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിന്റെ കോഡ് വരുന്നത് SCQP27 ആണ്. ഇതിൽ സ്റ്റാറ്റി മാത്രമല്ല. ഓക്കെ. ശ്രദ്ധിക്കേണ്ടത് സ്റ്റാറ്റി ഉണ്ട്, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സ് വരുന്നുണ്ട്, അപ്ലൈഡ് സ്റ്റാറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡാറ്റ സയൻസും വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരൊറ്റ പേപ്പർ വരുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു എല്ലാ കോഴ്സിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. ഓക്കെ. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് സ്റ്റാറ്റ് കിട്ടിയില്ല, ഡാറ്റ സയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഡാറ്റ സയൻസിലുള്ള കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഇപ്പം മാത്സ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈഡ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കാം. അപ്പം ഈ ഒറ്റ പേപ്പർ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ഇത്തരം കോഴ്സുകളിലേക്ക്, ഈ എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് നോക്കുക, സിലബസ് അനുസരിച്ച് പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇതാണ് നമ്മൾക്ക് ഇപ്പം ഇതാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ, പൊതുവായിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ അഡ്മിഷന്റെ കാര്യത്തിൽ വരുമ്പം റിസർവേഷൻസ് ഉണ്ട്. ഇപ്പം ജനറൽ AWS ആണെങ്കിൽ 10% റിസർവേഷൻ ഉണ്ടാകും. നമുക്ക് നോക്കിയാൽ കിട്ടാവുന്നതാണ്. പിന്നെ OBC NCL ആണെങ്കിൽ 27% റിസർവേഷൻ ഉണ്ട്. SCക്ക് 15% ഉണ്ട്. അതുപോലെ തന്നെ STക്ക് 7.5% ഉണ്ട്. അതുപോലെ തന്നെ PWD സ്റ്റുഡൻസിന് 5% ഡിസബിലിറ്റി, സോറി, എന്താ പറയാ, റിസർവേഷൻ ഉണ്ട്. ഓക്കെ. സോ ഇനി നമ്മൾ മെയിൻ തിങ്ങിലേക്ക് വരിക, സിലബസ് ഓഫ് ടെസ്റ്റ് പേപ്പർ ആണ്. അപ്പൊ സ്റ്റാറ്റിയുടെ സിലബസ് വരുന്നത് കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്, കുറച്ച് സ്റ്റാറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് മാത്തമാറ്റിക്സിന്റെ പാഠം ഡിസ്കസ് ചെയ്യാം. സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസിൽ നമ്മൾ കൺവെർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പാരിസൺ ടെസ്റ്റ് ആൻഡ് റേഷ്യോ ടെസ്റ്റ്. ഓക്കെ. നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അതായത് നിങ്ങൾ ഡിഗ്രിയിൽ എന്താണ് പഠിക്കുന്നത്, അതായത് അതായത് MSc സ്റ്റാറ്റി, MSc ഡാറ്റ സയൻസ്, ഇങ്ങനത്തെ കോഴ്സ് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഒന്നുകിൽ BSc സ്റ്റാറ്റി ചെയ്യണം, അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ് ചെയ്യണം. പിന്നെ ചില യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? BA കോഴ്സുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ BA കോഴ്സ് ചെയ്യുകയാണെങ്കിലും അവരെന്ത് ചെയ്യണം? മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ. അത് അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നവർക്കും ചെറിയ സാധ്യത ചില യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ എന്താവട്ടെ നിങ്ങൾ എന്താണോ നിങ്ങൾ ഡിഗ്രി കോഴ്സിൽ പഠിച്ചത്, അതായത് എന്താ പറയാ, ഇപ്പം BSc സ്റ്റാറ്റ് അല്ലെങ്കിൽ BSc മാത്സ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയിൽ എന്താണ് പഠിച്ചത് അതിനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ രീതിയിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പം നിങ്ങൾ പഠിച്ച തന്നെ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉണ്ടാകുള്ളൂ, അതിനപ്പുറത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പം ഫസ്റ്റ് വരുന്ന സീക്വൻസ് സീരീസ് ആണ്. നിങ്ങൾ മാത്സിൽ പഠിച്ച നിങ്ങൾ കർവചൻസ് സീരീസ്, അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സിന്റെ സീരീസ് വരുന്നുണ്ട്.
സോറി കൺവെർജൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, ഓക്കെ, അത് സീരീസിന് കൺവെർജൻസിൽ വരുന്ന ഈ ടെസ്റ്റുകൾ ഇതൊക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതുപോലെ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഫംഗ്ഷൻസ് ആൻഡ് റോൾസ് തിയറം, മീൻ വാല്യൂ തിയറംസ്, ടൈലേഴ്സ് തിയറം, സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതുപോലെ തന്നെ മാത്സിൽ വരുന്ന മറ്റൊരു പാർട്ട് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ്. അതായത് ഫണ്ടമെന്റൽ തിയറംസ് ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ്, അതായത് വോളിയം കാണാൻ, ഏരിയ കാണാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതാണ് വരുന്നത്. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, അതായത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഉണ്ട്, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഉണ്ട്. അതിന്റെ അപ്ലിക്കേഷൻസ്, ആർക്ക് ലെങ്സ്, ഏരിയാസ്, വോളിയംസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയംസ് കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതിൽ വരുന്ന ആ ഒരു ടോപ്പിക്സ്, അതായത് റാങ്ക് ഓഫ് ദി മെട്രിക്സ്, അതുപോലെ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഈക്വേഷൻസ്, ഇത് സോൾവ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് പഠിക്കണം. പിന്നെ പ്രധാനമായിട്ടും വരുന്ന സംഗതിയാണ് ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് നിർബന്ധമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ കെയ്ൻ ഹാമിൽട്ടൺ തിയറം, സിമെട്രിക്, അതുപോലെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഓർത്തോ മെട്രിക്സ്. മെട്രിക്സ് പല വിധമുണ്ട്, ഒരുപാട് വിധം മെട്രിക്സുകളുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓൺലി സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ഓർത്തോ മെട്രിക്സ്. ഓക്കെ. ഇത് മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ വരുന്നത്, അതായത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓർഡിനറി ഡിഫറൻഷ്യൽ, അതായത് ഒഡിഇയിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പല വിധമുണ്ട്. ഒഡിഇ ഉണ്ട്, പിഡിഇ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾ ഒഡിഇയിൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. ഓക്കെ. ഇത് മാത്രമാണ് കവർ ചെയ്യാനുള്ളത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റാറ്റിയുടെ പടി ഈ അഞ്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എന്തുള്ളത്, മാത്തമാറ്റിക്സിൽ വരുന്നത്. ഓക്കെ. ഇനി സ്റ്റാറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി. അതിൽ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മീഡിയൻ, മീഡിയൻ, അതായത് മെഷേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ടെൻഡൻസി, അതുപോലെ തന്നെ ഡിസ്പേർഷൻ, പിന്നെ സ്ക്യൂനസ്, കെർട്ടോസിസ്, അപ്പോൾ അതുപോലെ തന്നെ എലമെന്ററി അനാലിസിസ് ഓഫ് ഡാറ്റ, ആക്സിയോമാറ്റി, അതായത് ഹിസ്റ്റോഗ്രാംസ്, അങ്ങനത്തെ കുറെ നമുക്ക് വിഷ്വലി, അതായത് കുറെ ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ സ്റ്റാറ്റിയുടെ ബേസിക് കാര്യങ്ങളിൽ അത് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ വരുന്നത് പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റിയിൽ നിങ്ങൾക്ക് പ്രോബിലിറ്റി 1, 2 അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണത്. പ്രോബിലിറ്റി, അതിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ റൂള്, അതുപോലെ തന്നെ ബേസ് തിയറം, ഇൻഡിപെൻഡൻസ് ഓഫ് ഇവന്റ്സ്, ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ സ്റ്റാറ്റിൽ പ്രോബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് എന്ത്, റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് റാൻഡം വേരിയബിൾസ് വരുന്നതാണ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ, PMF, അതുപോലെ ഡെൻസിറ്റി ഫംഗ്ഷൻ, PDF, പിന്നെ CDF. ഓക്കെ. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ, മാത്തമാറ്റിക് എക്സ്പെക്ടേഷൻ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാത്തമാറ്റിക് എക്സ്പെക്ടേഷൻസ്, അതുപോലെ തന്നെ മൊമെന്റ്സ് ആൻഡ് മൊമെന്റ് ജനറേറ്റീവ്, MGF, മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ, പിന്നെ ചെബീഷിയസ് ഇനിക്വാലിറ്റി. ഓക്കെ. നിർബന്ധമായിട്ടും ഈ ഒരു, അതായത് ഇതിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കവർ ചെയ്ത് പോകാൻ മതി. കാരണം ഇത് നമ്മൾക്ക് ഒഫീഷ്യൽ നമുക്ക് NTA എന്ന് വരുന്ന സിലബസ് ആണ്. ഇതിന്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കൂല. ഓക്കെ. അപ്പം ഈ ഒരു സംഗതി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കവർ ചെയ്താൽ മതി. അതിന്റെ ടോപ്പിക്സ്, തിയറീസ് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ. ഇനി അടുത്തത് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻസ്. ഡിസ്ട്രിബ്യൂഷൻസ് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ? ബൈനോമിയൽ, അതായത് ബൈനോമിയൽ വരുന്നുണ്ട്, നെഗറ്റീവ് ബൈനോമിയൽ. ഓക്കെ. ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് നിങ്ങളുടെ തലയിൽ നിൽക്കും. കാരണം അതായത് നിങ്ങൾ ഫസ്റ്റ് യൂണിഫോം പഠിച്ചു, എക്സ്പോണൻഷ്യൽ പഠിച്ചു, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തിട്ടില്ല, ഇത് ഒരു റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പോയാൽ, റിലേഷൻ ആയിട്ട് നമുക്ക് പോയാൽ, അപ്പം ബൈനോമിയൽ, നെഗറ്റീവ് ബൈനോമിയൽ ഇത് പഠിക്കുമ്പോൾ എന്തുണ്ട്, ബൈനോമിയൽ, നെഗറ്റീവ് ബൈനോമിയൽ നമുക്ക് ഒരു ബന്ധമുണ്ട്. പിന്നെ ജോമെട്രിക്ക്, പോയിസൺ, ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് നിങ്ങളെ മൈൻഡിൽ നിൽക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പൊ ഏതൊക്കെയുള്ള ബൈനോമിയൽ ഉണ്ട്, നെഗറ്റീവ് ബൈനോമിയൽ ഉണ്ട്, ജോമെട്രിക് ഉണ്ട്, പോയിസോൺ ഉണ്ട്, ഹൈപ്പർ ജോമെട്രിക് ഉണ്ട്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഉണ്ട്, ഗാമ, ബീറ്റ, നോർമൽ, അതായത് കണ്ടിന്യൂസിൽ വരുന്നത് നോർമൽ, ഗാമ, ബീറ്റ, എക്സ്പോണൻഷ്യൽ, യൂണിഫോം, ഇതാണ് വരുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റിൽ വരുന്നത് ബൈനോമിയൽ, നെഗറ്റീവ് ബൈനോമിയൽ, ജോമെട്രിക്, പോയിസോൺ, ഹൈപ്പർ ജോമെട്രിക്. ബൈനോമിയൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ബെർണോളി ഡിസ്ട്രിബ്യൂഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ. പിന്നെ വരുന്നത് പോയിസോൺ ആൻഡ് നോർമൽ അപ്രോക്സിമേഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ. അതിനൊന്നും പഠിക്കാനൊന്നുമില്ല. പിന്നെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ് മൂന്നെണ്ണം, കൈസ്കർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ
ടി ഡിസ്ട്രിബ്യൂഷനും എഫ് ഡിസ്ട്രിബ്യൂഷനും. നിർബന്ധമായിട്ടും ഈ ഒരു 3 ഡിസ്ട്രിബ്യൂഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ജോയിന്റ് മാർജിനൽ ആൻഡ് കണ്ടിന്യൂസ്, അതായത് എന്താ പറയാ, മോർ ദാൻ ടു വേരിയബിൾ ഫംഗ്ഷൻസ്, ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ, മാർജിനൽ കണ്ടീഷൻ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ, പിന്നെ പ്രൊഡക്റ്റ് മൊമെന്റ്, കോറിലേഷൻ, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്, ലിമിറ്റ് തിയറംസ്, പിന്നെ വീക്കിൽ ഓഫ് ലാർജ് നമ്പേഴ്സ്, പിന്നെ വരുന്നത് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ്. ഓക്കെ, നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ വരുന്നത് എസ്റ്റിമേഷൻ ആണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നിങ്ങൾ പഠിച്ച പോലെ തന്നെ അൺബയാസ്ഡ്നെസ്, 4 പ്രോപ്പർട്ടീസ് ഏതൊക്കെ, ഒരു ഐഡിയൽ എസ്റ്റിമേറ്ററിന് വേണ്ട അൺബയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻസി. ഓക്കെ, സഫിഷ്യൻസി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് പഠിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ അതിൽ വരുന്നതാണ് എഫിഷ്യൻസിയിൽ, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അവര് ഗ്രാമർ റാവോ ഇനീക്വാലിറ്റി, അതൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കവർ ചെയ്യുക ഈ സിലബസിൽ കാണുന്ന പോലെ തന്നെ. പിന്നെ കോൺഫിഡൻസ് ഇന്റർവെൽസ് ആണ്. അത് കോൺഫിഡൻസ് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, അതായത് മീൻ, പ്രൊപ്പോർഷൻ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ പാരാമീറ്റേഴ്സ് ഓഫ് യൂണിവേരിയറ്റി നോർമൽ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസിനുള്ളതും മീനിനുള്ളതും, അതായത് നോർമലിന്റെ പാരാമീറ്റേഴ്സ് അതൊക്കെ മീനും വേരിയൻസും ആണ്. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് ഇന്റർവെല്ലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു, നിങ്ങൾ അതിന്റെ ഡെറിവേഷൻസ് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിന്റെ ആ ഒരു എന്താണ് ഇന്റർവെൽസ് വരുന്നത്, ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ 2 ഇൻഡിപെൻഡന്റ് നോർമൽസ്, അതായത് ബിറ്റ്വീൻ, ഡിഫറൻസ് ബിറ്റ്വീൻ 2 മീൻസ്, ഈ ഒരു സംഗതി വരുന്നത്. പിന്നെ 1 പാരാമീറ്റർ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എസ്റ്റിമേഷനിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഇനി സിലബസിൽ ടെസ്റ്റിംഗ് ഹൈപ്പോസിസ് വരുന്നുണ്ട്. അതിൽ ടെസ്റ്റ് ഹൈപ്പോസിസിന്റെ ബേസിക് കൺസെപ്റ്റ് പഠിക്കുക, അതായത് നൾ ഹൈപ്പോസിസ്, ആൾട്ടർനേറ്റ് ഹൈപ്പോസിസ്, ആൽഫ, ബീറ്റ, പവർ ഓഫ് ടെസ്റ്റ്, ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് റെയ്മൺ PSLMA ഫോർ ടെസ്റ്റിംഗ് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റും പഠിച്ചിരിക്കണം. സിമ്പിൾ മാത്രമല്ല, കോമ്പോസിറ്റ് ഹൈപ്പോസിസിന്റെയും റെയ്മൺ PSLMA അതിന്റെ ആപ്ലിക്കേഷനിൽ പഠിച്ചിരിക്കണം. പിന്നെ ലൈക്ലിഹുഡ് റേഷ്യോ ടെസ്റ്റും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, സിലബസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ വരുന്നതാണ് നിങ്ങൾ സാമ്പിളിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഇതിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും BSc മാത്സ് പഠിച്ച സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ഈ സംഗതി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം അനോവ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു 2 ഫാക്ടർ ഡിസൈൻ, അതുപോലെ CRD, RBLS, ഈ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അത് ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച്, ഞാൻ BSc മാത്സാണ് കഴിഞ്ഞത്, അപ്പൊ എന്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. ഇനിയിപ്പോ സിലബസിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എന്നിരുന്നാലും എന്ത് ചെയ്യുക, ചുരുക്കത്തിൽ എന്ത് ചെയ്യുക, ഈ സാധനം കൂടെ നിങ്ങൾ കവർ ചെയ്യണം. സാമ്പിളിംഗ്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് വരുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സാമ്പിളിംഗ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. സാമ്പിളിംഗ് പല മെത്തേഡ്സും ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്റ്റാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഈ 3 പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ 1 വേ 2 വേ, അതായത് അനോവയിൽ വരുന്ന 1 വേ അനോവ, 2 വേ അനോവ. ഓക്കെ, ഇത് പഠിക്കുക. പിന്നെ നിർബന്ധമായിട്ടും CRD, RBD, LSD. ഓക്കെ, ഇതാണ്, അതായത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിൽ വരുന്നതാണ് അത്, CRD, RBD, LSD. പിന്നെ 2 ഫാക്ടർ ഡിസൈൻ, അതായത് 2 സ്ക്വയറും 2 ക്യൂബും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത് രണ്ടും പഠിച്ചാൽ മതി. ഇത് ഈ ഒരു എക്സ്പെരിമെന്റ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളെ സിലബസ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെ സിലബസിൽ വരുന്നത് ഇതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കോഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാറ്റ് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമേ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കുറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് യൂണിറ്റിക്കാൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ നമുക്ക് അവിടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്, പിന്നെ കുസാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള സംഗതി ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കുറച്ച്, അതായത് ഫോർ എക്സാമ്പിൾ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമേ ആഡ് ആക്കിയിട്ടുള്ളൂ. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഓക്കെ, BHU, അതായത് വാരണാസിയിൽ വരുന്ന, ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വരുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾക്ക് SCQP27 എന്നൊരു പേപ്പർ വെച്ചിട്ട് നമുക്ക് 3 കോഴ്സിന്, അതായത് BHUവിലെ 3 കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. 3 വേറെ കോഴ്സ് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഒരു മൂന്നും ഒന്നാണുള്ള സംഗതിയിലേക്ക്, ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു വേണ്ട. 3 ഡിഫറെന്റ് കോഴ്സ് തന്നെയാണ്. ഒന്ന് MSc or MS Statistics ആണ്.
പിന്നെ വരുന്നത് MSc ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ വരുന്നത് MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇത് മൂന്നും വേറെ കോഴ്സ് തന്നെയാണ്. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു MSc കഴിഞ്ഞ് ജോബിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ. അപ്പം ഇതിന് മൂന്നിന് നിങ്ങൾ കോമൺ ആയിട്ട് എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ BSc മാത്സ് അല്ലെങ്കിൽ BSc സ്റ്റാറ്റി, BSc ഫോൺസോ അല്ലെങ്കിൽ ഏതായാലും മതി. ഓക്കെ. ഈ ഒരു രണ്ട് സബ്ജക്ട് ചെയ്തവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സബ്ജക്ട് മാത്രം പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിഷൻ. അതുപോലെ തന്നെ BA, നേരത്തെ പറഞ്ഞ പോലെ തന്നെ BA പഠിക്കണം. പക്ഷെ BA ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, BAന്റെ കൂടെ ആ ഒരു 3 ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ഇതാണ് BHUവിൽ വരുന്ന 3 കോഴ്സ്. അതായത് ഈ ഒരു എക്സാം എഴുതുക, SCQB 20 പേപ്പർ എഴുതിയാൽ നിങ്ങൾ BHUവിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു 3 കോഴ്സിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നേടാൻ പറ്റും. ബാക്കി യൂണിവേഴ്സിറ്റിയിലൊക്കെ ജസ്റ്റ് ഒരു MSc സ്റ്റാറ്റി അല്ലെങ്കിൽ MSc ഡാറ്റ സയൻസിലെ കോഴ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് 3 കോഴ്സും ഉണ്ട്. ആ 3 കോഴ്സിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ ഏതെങ്കിലും 3 കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ. അതാണ് BHUവിൽ വരുന്നത്. പിന്നെ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. BHU നല്ല യൂണിവേഴ്സിറ്റിയാണ്. അവ ഇപ്പോ ഇപ്രാവശ്യം വന്ന NRO റാങ്കിലൊക്കെ വളരെ ആദ്യ 10-ലുള്ള യൂണിവേഴ്സിറ്റിയാണ് BHU എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് യൂണിവേഴ്സിറ്റി ഡൽഹി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കോഴ്സ്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പല കോളേജസും ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അറിവിൽ 5 DUവിന്റെ കീഴിൽ വരുന്ന 5 കോളേജിൽ മാത്രമേ MSc സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പം ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത് എന്താണ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൽ മാത്തമാറ്റിക്സ് കാണുന്നില്ല. ഓക്കെ. അപ്പൊ അതൊന്നും നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. ചില യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ പൊതുവായിട്ട് വരുന്നതാണ് MSc സ്റ്റാറ്റ് അല്ലെങ്കിൽ MSc മാത്സ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോറി MSc മാത്സ് പഠിച്ചവർക്കും എഴുതാൻ പറ്റൂ കേട്ടോ. മേ ബി ഇതിന്റെ മിസ്റ്റേക്ക് വന്നതായിരിക്കും. കാരണം ഞാൻ എക്സാം എഴുതിയിരുന്നു MSc DUയുടെ, കാരണം ഞാൻ BSc മാത്സ് ആയിരുന്നു. ഓക്കെ. സോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടൊന്നല്ല, സോറി, DUവിന്റെ കാര്യം ഇതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന യൂണിവേഴ്സിറ്റി ആണ്. ഞാൻ ടോപ്പ് ഓഫ്, അതായത് നല്ല റാങ്കിങ്ങിലൊക്കെ മുന്നിലുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ പറഞ്ഞ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മെയിൻ ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പം BHU പറഞ്ഞു, ഡൽഹി പറഞ്ഞു. ഇനി വരുന്നത് ആണ് HCU, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, സെൻട്രൽ CU ഹൈദരാബാദ് വരുന്നത്. ഓക്കെ. ഇപ്പം ഇതിലിവിടെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ BSc മാത്സ് അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. എല്ലാ യൂണിവേഴ്സിറ്റിയും പോലെ തന്നെ. ഓക്കെ. പിന്നെ വരുന്നതാണ് CU സൗത്ത് ബീഹാർ. ഇതിൽ 2 കോഴ്സ് വരുന്നുണ്ട്. MSc സ്റ്റാറ്റി വരുന്നുണ്ട്, ഡാറ്റ സയൻസ് വരുന്നുണ്ട്. ഡാറ്റ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡാറ്റ സയൻസ് ഞാൻ കണ്ടിടത്തോളം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഡാറ്റ സയൻസ് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ നടക്കുന്നുള്ളൂ. പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലും ഡാറ്റ സയൻസ് MSc ഡാറ്റ, അതായത് CUT PGക്ക് കീഴിൽ ഡാറ്റ സയൻസിന് വേറെ യൂണിവേഴ്സിറ്റി, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേട്ടോ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പലതും ഉണ്ട്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു CU സൗത്ത് ബീഹാർ മാത്രമേ ഡാറ്റ സയൻസ് എന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ MSc ഡാറ്റ സയൻസ് ആൻഡ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത് എന്താണ്, BSc മാത്സ് അല്ലെങ്കിൽ BSc സ്റ്റാറ്റി പഠിച്ചിരിക്കണം. ആ ഹോൺസ് ആയിട്ട് സാധാ BSc ആയിട്ട് ഏതായാലും കുഴപ്പമില്ല. സാധാരണ കേരളത്തിൽ ഹോൺസ് ഉള്ള ഒരു BSc ഹോൺസ് അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BA ഹോൺസ് ഇല്ല. ഓക്കെ. അപ്പം ആർക്കും എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ പോലെ BHUയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ SCQB 20 പേപ്പർ എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും, 2 കോഴ്സിൽ ഏതാ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ കഴിയും. ഓക്കെ. പിന്നെ വരുന്നതാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, കേരളക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. കൂടുതൽ മലയാളിസും കാണപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് എന്ത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ BSc മാത്സും BSc സ്റ്റാറ്റിയും പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. MSc സ്റ്റാറ്റിയുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റിയാണ് CU ജാർഖണ്ഡ്. അവിടെയും സെയിം ആണ് എലിജിബിലിറ്റി വരുന്നത്. പിന്നെ CU പഞ്ചാബ് വരുന്നുണ്ട്, പിന്നെ CU ഒഡീഷ വരുന്നുണ്ട്, പിന്നെ CU ഹരിയാന, CU തമിഴ്നാട്. ഇത്രയും യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഞാൻ ഇത് ആഡ് ആക്കിയിട്ടുള്ളൂ. ഇനിയും വേറെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ വരുന്നുണ്ട്, ഒഡീഷ വരുന്നുണ്ട്. ഒഡീഷ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്, രാജസ്ഥാനൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവെ ബാക്കിയുള്ള കോഴ്സിനെ അപേക്ഷിച്ചിടത്തോളം, അതായത് MSc മാത്സ് ആവട്ടെ, അത് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനത്തെ കോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് എന്നുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണ്, വളരെ കുറവാണ്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇഷ്ടം പോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അമിറ്റി യൂണിവേഴ്സിറ്റി, നോയിഡ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
എന്താണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി CUT ചെയ്താൽ പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന ഒരു കാര്യമില്ല. കാരണം അതിനേക്കാളും നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അപ്പം നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വരുമ്പോൾ പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് അവിടെ പ്രസക്തി ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമായിട്ട് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ്. അപ്പം ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കേരളത്തിൽ മാത്രം നോക്കിയാൽ കുസാറ്റ് വരുന്നുണ്ട്. കുസാറ്റ് ആണ് കേരളത്തിൽ സ്റ്റാറ്റിയുടെ കേസിൽ നല്ല കോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുസാറ്റ് ആണ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വരുന്നൊരു കോഴ്സ് ഉണ്ട്, MSc സ്റ്റാറ്റി. അത് അപ്ലൈഡ് സ്റ്റാറ്റി ആണ് വരുന്നത്. ഓക്കെ. അപ്പം അത് നല്ല കോഴ്സാണ് വരുന്നത്. അതായത് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാലാണ് ട്ടോ ഞാനൊരു കേസ് പറഞ്ഞു വരുന്നത്. പിന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി, കേരളത്തിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണോ അതിന്റെയൊക്കെ ക്യാമ്പസിൽ വരുന്ന കോഴ്സസ്. ഓക്കെ. അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് MSc കഴിഞ്ഞിട്ട് ഇനി എന്താണ് സ്റ്റാറ്റി എടുത്തിട്ട് ഇനി എന്താകാനാ? ഇപ്പം പല സ്റ്റുഡൻസിനും, ഇപ്പൊ ഞാൻ തന്നെ BSc മാത്സ് കഴിഞ്ഞിട്ട് ഞാൻ MSc സ്റ്റാറ്റിലേക്ക് ചാടിയ ആളാണ്. ഓക്കെ. അപ്പൊ സാധാരണ എല്ലാവരും ഒരു ഫ്ലോയില് പോകുന്നത് BSc മാത്സ്, MSc മാത്സ്, അല്ലെങ്കിൽ BSc സ്റ്റാറ്റി, MSc സ്റ്റാറ്റി, ഇങ്ങനെയാണ് സാധാരണ പോകാറുള്ളത്. അപ്പൊ സ്റ്റാറ്റി കഴിഞ്ഞിട്ട് എന്താകും എന്നുള്ള സംഗതി ഉണ്ട്. ഓക്കെ. അപ്പം പല കോഴ്സുകളും വരുന്നുണ്ട്. MSc സ്റ്റാറ്റി ഉണ്ട്, ബയോസ്റ്റാറ്റി പറഞ്ഞ നേരത്തെ കണ്ടിട്ടുണ്ടാകും. ബയോസ്റ്റാറ്റി വരുന്നുണ്ട്, സ്റ്റാറ്റി വരുന്നുണ്ട്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ കമ്പ്യൂട്ടിംഗ് വരുന്നുണ്ട്, ഡാറ്റ സയൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കോഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ STQP 27 വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇതില് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഔട്ട് ചെയ്തതാണ് സ്റ്റാറ്റി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താകാൻ പറ്റുന്ന സംഗതി. എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഫ്ലോയിൽ എങ്ങനെ പോകുന്നതായിരിക്കും. BSc കഴിഞ്ഞ് MSc കഴിയണം, പിന്നെ MSc കഴിഞ്ഞിട്ട് എന്തായിരിക്കണം എന്നുള്ള സംഗതി ഉണ്ടാകും. അപ്പൊ സാധാരണ എല്ലാവരും പോകുന്ന സംഗതിയാണ് PhD റിസർച്ച് ഫീൽഡിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകാം. ഞാൻ അതിനുപരി, അതായത് PhD ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഇതില് അതിന് പുറമെ, അതായത് PhD റിസർച്ച് അത് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെക്ചറിങ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും, ടീച്ചിങ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിന് പുറമെ നിങ്ങൾക്ക് ആകാൻ പറ്റിയതാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, ഡാറ്റ അനലിസ്റ്റ്, ബയോ സ്റ്റാറ്റിസ്റ്റ്യൻ. കോർപ്പറേറ്റ് ഫീൽഡിൽ ഒരുപാട് സാധ്യതകൾ നമ്മൾ സ്റ്റാറ്റിക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കോർപ്പറേറ്റ് ഫീൽഡിൽ അതായത് ഈ ഒരു സംഗതി വരുന്നതൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ സംഗതികളും കോർപ്പറേറ്റ് ഫീൽഡിൽ ആവശ്യമുള്ളതാണ്. ഓക്കെ. അപ്പം ഏഹ്, ഓരോ പോസ്റ്റിനും അതിന്റെ നല്ല നല്ല പാക്കേജ്, നല്ല നല്ല സാലറിയോട് കൂടിയുള്ള ജോബ്സ് ആണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് ആവട്ടെ, ഡാറ്റ അനലിസ്റ്റ് ആവട്ടെ. ഈ ഡാറ്റ അനലിസ്റ്റ് തന്നെ പല വിധത്തിലും ഉണ്ട്. ക്വാളിറ്റി അനലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ AI അനലിസ്റ്റ് ഉണ്ട്, AI സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അതുപോലെ ബിസിനസ് അനലിസ്റ്റ് ഉണ്ട്, ക്വാളിറ്റി അനലിസ്റ്റ് ഉണ്ട്, ക്വാളിറ്റി അനലിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. ഓക്കെ. അതായത് സ്റ്റാറ്റോ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഇപ്പൊ നിങ്ങൾ പുറത്ത് ആരോടും ചോദിച്ചാൽ മതി നമ്മൾ സ്റ്റാറ്റ് കഴിഞ്ഞിട്ട് എന്താ, അപ്പൊ എല്ലാവരും പറയും വളരെ സാധ്യതകൾ കൂടുതലാണ് എന്നൊക്കെ സംഗതി പറയാറുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ പറയുന്നത് കോർപ്പറേറ്റ്, അതായത് ഗവൺമെന്റ് ആവട്ടെ, പ്രൈവറ്റ് ആവട്ടെ, എന്ത് ഫീൽഡിൽ നമുക്ക് എന്തുണ്ട്? സാധ്യതകളുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്കിൽസ്, നമ്മൾ അക്കാഡമിക്സ് നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അത്രയും തെറോ ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ ഒരു സംഗതി. അപ്പം നമുക്കിപ്പോ ഒരു കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് നമുക്ക് ഒരു ജോബ് നോക്കുകയാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യും? നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സാധാ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ നമ്മളെ CV എന്ത് ചെയ്യും? അവർ ഒഴിവാക്കി തരും. അവർ ഒഴിവാക്കും, അത് നോക്കൂല. ഇപ്പം നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റി, നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഹൈദരാബാദ്, DU, അലിഗഡ്, അതുപോലെ തന്നെ BHU, ഇങ്ങനത്തെ നല്ല നല്ല പോണ്ടിച്ചേരി, നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരത് കൺസിഡർ ചെയ്യും. കാരണം നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പഠിച്ചുള്ള കാരണം കൊണ്ട് മാത്രം. കാരണം അങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് എന്റെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നമ്മൾ അനുഭവത്തിൽ വെച്ച് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കണം, അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കിപ്പോ ഗവൺമെന്റ് ജോബിലേക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ കുറച്ച് കാര്യം മാത്രം എടുത്താണ്. UPSC വരുന്ന ഏറ്റവും, അതായത് സ്റ്റാറ്റി പഠിച്ചവർക്ക് ഏറ്റവും വലിയ പോസ്റ്റാണ് എന്ത്? IAS എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ IAS, IFS ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് UPSC വരുന്നത്. പക്ഷെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് സംഗതി ഉണ്ട്, ISS എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ഏഹ്, നമ്മളെ സാധാ IAS എക്സാം പോലെ. പക്ഷെ UPSC ഇത് നമ്മള് സ്റ്റാറ്റിക്കാർക്ക്, അതായത് UPSC നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? IAS, IFS ആയിട്ട് കോമൺ എക്സാം ആണ്. പക്ഷെ ഇത് ISS മാത്രം സെപ്പറേറ്റ് എക്സാം ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ അടുത്ത വരുന്നതാണ് SSCന്റെ കീഴിൽ വരുന്ന ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, JS. എല്ലാ വർഷവും ഒരുപാട് ഒഴിവുകൾ നമുക്ക് ഈ ഒരു സംഗതി, ഈ ഒരു പോസ്റ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, SI ഗ്രേഡ് 2, ഈ ഒരു പോസ്റ്റ്. ഓക്കെ. പിന്നെ വരുന്നതാണ് ASSB, DSSSB. ഓക്കെ. ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡിന്റെ
സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഇപ്പൊ നമ്മൾ കേരള PSC എഴുതുന്ന പോലെ തന്നെ രാജസ്ഥാൻ അങ്ങനത്തെ കുറെ സ്റ്റേറ്റുകളുടെ PSC-യിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നതാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിങ് ഫീൽഡ് ഗ്രേഡ് B, അതായത് നല്ല പോസ്റ്റ് ആണ്. 50,000 മുതൽ സാലറി തുടങ്ങുന്ന ഒരു പോസ്റ്റ് ആണ് RBI ഗ്രേഡ് B DSI എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കീഴിൽ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ PSC-യിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പം ചുരുക്കത്തിൽ എന്താണ്, ഗവൺമെന്റ് ഫീൽഡ് ആവട്ടെ, എന്താ പറയാ, ഈ പ്രൈവറ്റ് ഫീൽഡ് ആവട്ടെ, കോർപ്പറേറ്റ് ഫീൽഡ് ആവട്ടെ, എന്ത് മേഖലയിലും സ്റ്റാറ്റിക്കാർക്ക് സ്കോപ്പ് വളരെ വളരെ കൂടുതലാണ്. അപ്പം നല്ല നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഡെസിഷൻ എടുക്കുക. നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുക, എക്സാം എഴുതിയിട്ട് അഡ്മിഷൻ എടുക്കുക. ഓക്കെ. അപ്പം ഇതാണ് CUT-യിൽ സ്റ്റാറ്റിനെ കുറിച്ച് പൊതുവെ നിങ്ങളോട് പറയാനുള്ളത്. ഇനി ജാമിലേക്ക് വരാം. ജാം ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ജാം സ്കോപ്പ്, അതായത് ആകെ 2 യൂണിവേഴ്സിറ്റീസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജാമിൽ സ്റ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് IIT, അതായത് ജാം എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് IITs NITs-ലേക്ക് അഡ്മിഷൻസ് നടത്തുന്ന എക്സാം ആണ് എന്ത്, ജാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ MSc-ക്ക് ജോയിൻ ചെയ്യുക, ജോയിന്റ് MSc PhD, അതായത് ഇന്റഗ്രേറ്റഡ് PhD-ലേക്ക് ജോയിൻ ചെയ്യുക, അങ്ങനത്തെ പല സാധനങ്ങളും ജോയിൻ ചെയ്യും. പക്ഷെ നമുക്ക് സ്റ്റാറ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ആ MSc-ക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അത് തന്നെ ഓൺലി 2 യൂണിവേഴ്സിറ്റീസ്, 2 IITs, IIT ബോംബെ, അതുപോലെ IIT കാൺപൂർ. IIT ബോംബെയിൽ MSc അപ്ലൈഡ് സ്റ്റാറ്റ്സ് ആണ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് ആണ്. അതുപോലെ തന്നെ IIT കാൺപൂരിൽ MSc സ്റ്റാറ്റ്. ഈ 2 IITs മാത്രമേ സ്റ്റാറ്റ് എന്നുള്ളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ മാത്സ്കാർക്ക് എല്ലാ IITs-ലും നിങ്ങൾക്ക് എന്തുണ്ട്, മാത്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ സ്റ്റാറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. MS ആണ് ക്വസ്റ്റ്യൻ ഇതിന്റെ, കാരണം ഇത് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സെപ്റ്റംബർ 3 മുതൽ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോറി, ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. ഓക്കെ. അപ്പം എഴുതുന്നവരെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ ജാമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ തന്നെ ഒരു 20-25 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അത്രയും സ്റ്റാൻഡേർഡ് എക്സാം ആണ്. CUT-നേക്കാളും എത്രയോ ലെവൽ കൂടുതൽ എക്സാം ആണ്. കാരണം IITs ആണ് NITs ആണ് അഡ്മിഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ലെവൽ കൂടിയ എക്സാം ആണ്. അപ്പം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ആ ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിസ്കസ് ചെയ്യാൻ ഒന്ന് ഓടിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം നിങ്ങൾ ജാം എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നല്ലൊരു IIT, അതായത് ഈ പറഞ്ഞ 2 സ്റ്റാറ്റ് ആണെങ്കിൽ ഈ 2 IITs നിങ്ങൾക്ക് IITs നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പൊ എക്സാമിന്റെ പാറ്റേൺ പറയുന്നത് 60 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് A, B, C, അതായത് എയിൽ വരുന്നത് MCQs ആണ്, 30 ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 1/3, നെഗറ്റീവ് മാർക്കിംഗ് പോകും. 1 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും. പിന്നെ B പാർട്ടിൽ വരുന്നത് MSQ ആണ്, 10 ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റിനും 2 മാർക്ക് വീതമുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഈ C പാർട്ടിൽ വരികയാണെങ്കിൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ഉണ്ടാകും, പിന്നെ ഒരു ഡാഷ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാകില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ഫിൽ ചെയ്യണം. അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. ആൻസർ എന്ത് ചെയ്യുക, അവിടെ ഫിൽ ചെയ്യുക. അതിലും 10 ക്വസ്റ്റ്യൻസ് 1 മാർക്ക്, പിന്നെ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് 2 മാർക്കും, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പാർട്ട് എയിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ, സെക്ഷൻ എയിൽ മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ, ബാക്കി 2 സെക്ഷൻ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അടക്കുന്ന 3 അവറിന്റെ എക്സാം ആണ് ജാം വരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് പൊതുവെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ സ്റ്റാറ്റ് എന്നുള്ള കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ഇനിയിപ്പോ ഇതിലൊന്നും വരാതെ യൂണിവേഴ്സിറ്റിയാണ് എന്ത്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. കാരണം ഞാൻ അതൊന്നും എന്തുകൊണ്ടാണ് പറയാതിരുന്നത് വെച്ചാൽ CUT-ന്റെ അണ്ടറിൽ വരാത്തത് കൊണ്ടാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് MSc-ക്ക് എല്ലാ PG കോഴ്സിനും സെപ്പറേറ്റ് എക്സാം ആണ് നടത്തുന്നത്. അലിഗഡും കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ അവിടെയാണ് പഠിച്ചത്. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് സംഗതിയിലേക്ക് നിങ്ങളെ എത്തും, സ്വാഭാവികമായിട്ട് എത്തും. ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റി നന്നായിട്ട് പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറയാൻ കഴിയൂല. പക്ഷേ നല്ല NARF റാങ്കിങ്ങിൽ നല്ല യൂണിവേഴ്സിറ്റി ഏതാണോ അതിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ സ്വാഭാവികമായിട്ടും കമ്പനീസ് അവിടെ വരും. കാരണം നല്ല യൂണിവേഴ്സിറ്റി അവിടെ കമ്പനീസ് വരുള്ളൂ. റാങ്കിങ്ങിൽ വളരെ താഴെ യൂണിവേഴ്സിറ്റി ആണ്, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, യൂണിവേഴ്സിറ്റി ഈ ഒരു സംഗതിയിൽ ഈ കമ്പനീസ് നിങ്ങളെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കമ്പനീസ് നമ്മളെ ഈ ഒരു എന്ത് ചെയ്യണം, ഒരു യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്ത് വരണം. അപ്പൊ നല്ല നല്ല
റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഇങ്ങനത്തെ കമ്പനീസ് നല്ല നല്ല കമ്പനീസ് നല്ല പാക്കേജുള്ള കമ്പനീസ് വരുള്ളൂ. ഓക്കെ. അപ്പം അതിൽ കുറച്ചുള്ള യൂണിവേഴ്സിറ്റിയാണ് BHU വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി ഡൽഹി വരുന്നുണ്ട്, ഹൈദരാബാദ് വരുന്നുണ്ട്, അലിഗഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ വരുന്നതാണ്. പോണ്ടിച്ചേരിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയ പ്ലേസ്മെന്റ് കിട്ടും കിട്ടൂല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അത് പറയാനുള്ള അവകാശം എനിക്കൊന്നുമില്ല. കാരണം ഒന്നാമത് എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ പ്ലേസ്മെന്റ് കിട്ടുക കിട്ടൂലുള്ള സംഗതി നമുക്ക് പറയാൻ കഴിയൂല. ഓക്കെ. അപ്പം ചുരുക്കത്തില് നല്ല റാങ്കിങ് ഉള്ള നല്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ അലിഗഡിന്റെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് എക്സാം വേറെ തന്നെ എഴുതണം. കഴിഞ്ഞ പ്രാവശ്യം ഓക്കെ എക്സാം വരുന്നത്, എക്സാമിന് പ്രശ്നം എക്സാം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് ജനുവരിയിലാണ്, സോറി മാർച്ചിലാണ് എക്സാം വന്നത്. ജനുവരിയിൽ അപ്ലിക്കേഷൻ വിളിച്ചു, മാർച്ചിലാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 2023 വരെ മെയിലും ജൂണിലൊക്കെ എക്സാം നടന്ന എക്സാം കഴിഞ്ഞ പ്രാവശ്യം മുതൽ പെട്ടെന്ന് മാർച്ചിലേക്ക് മാറ്റി. എന്തൊക്കെ ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് NTA നടത്തിയത് മുതൽ. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2023 വരെ 100 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 2024 മുതൽ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ചോദിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് മൊത്തത്തിൽ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് നോക്കുക, നന്നായിട്ട് സിലബസ് ഓറിയന്റഡ് പ്രിപ്പറേഷൻ തന്നെ നടക്കണം. എന്തൊക്കെയാണ് സിലബസിൽ ഉള്ളത് കാര്യങ്ങൾ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. പിന്നെ പറയാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. കാരണം CUET എന്നുള്ള സംഗതി എക്സാം 2022 മുതലാണ് തുടങ്ങിയത്. അതിന് മുമ്പ് 2010 മുതൽ CUET ഉള്ള എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ആ ഒരു കാലാവധി മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എന്ത് ചെയ്യാൻ സൈറ്റിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പം മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം അത്രത്തോളം ക്വസ്റ്റ്യൻസ് അത് നമുക്ക് എന്തിനാ അത് പറയുന്നത് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നിങ്ങളെ വേ ഓഫ് തിങ്കിങ്, അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓരോ തിയറീസ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത്. വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ഉറപ്പായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ കഴിയില്ല. ഉറപ്പാണത്. കാരണം എന്റെ എക്സ്പീരിയൻസ് പറയാണ്, ബാക്കിയുള്ള എക്സ്പീരിയൻസും കൂടി നമ്മൾ കേട്ടിട്ട് പറയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാം. പിന്നെ ഡയറക്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അല്ലാതെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. നിർബന്ധമായിട്ടും സിലബസ് നന്നായിട്ട് പഠിക്കുക, കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ. അപ്പം എൽഎന്റെ കേസ് പറയുകയാണെങ്കിൽ എൽഎല്ലിൽ കഴിഞ്ഞ പ്രാവശ്യം അലിഗഡിൽ, അതുപോലെ തന്നെ കുസാറ്റ്, ഇങ്ങനത്തെ കേരള യൂണിവേഴ്സിറ്റി, പല സെൻട്രൽ യൂണിവേഴ്സിറ്റി, CU പഞ്ചാബ്, ഇങ്ങനത്തെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മളെ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ് ആൻഡ് ഫോർ ദ എക്സാം. ഓക്കെ. താങ്ക് യു.